വിൻസ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ അടുത്ത വീഡിയോകൾ ഒന്നുപോലും മിസ് ചെയ്യാതിരിക്കാൻ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനാണ് ഹാരി. അവന്റെ ഫോണിലേക്ക് പെട്ടെന്നൊരു ദിവസം ഒരു ഇമെയിൽ വന്നു. അത് പ്രശസ്തമായ ഒരു PR പബ്ലിക് റിലേഷൻസ് ഏജൻസിയിൽ നിന്നായിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദിറിലെ സമരത്തെക്കുറിച്ച് 2 റീലുകളും സ്റ്റോറികളും നിർമ്മിക്കാനുള്ള ഒരു പ്രൊപ്പോസലായിരുന്നു അത്. അതിന്റെ ഉള്ളടക്കം എന്തായിരിക്കണം? ഹാരി ഇമെയിൽ ശ്രദ്ധാപൂർവം വായിച്ചു. സർക്കാരിന്റെ കാഴ്ചപ്പാട് പ്രചരിപ്പിക്കാനും പ്രതിപക്ഷ പാർട്ടിയെ ഇവിടെയുള്ള പരിഹാസരൂപേണയുള്ള പേരുപയോഗിക്കാം, പക്ഷെ നമുക്ക് സർക്കാർ നിലപാട് എന്നു മാത്രം പറയാം. അനുകൂലിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് അവർക്ക് വേണ്ടത്. അതൊരു പെയ്ഡ് ക്യാമ്പയിനായിരുന്നു. ഓരോ റീലിനും 20,000 രൂപ വീതം, ആകെ 40,000 രൂപ. തുക കേട്ട് ഹാരി ആദ്യം ആവേശഭരിതനായി. വലിയ തുകയാണല്ലോ. പക്ഷേ ഉടൻ തന്നെ അവന്റെ മനസാക്ഷി അവനെ തടഞ്ഞു. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥികൾ അവരുടെ അവകാശങ്ങൾക്കായി നടത്തുന്ന ഒരു സമരത്തെക്കുറിച്ച് ഒരു പക്ഷം പിടിച്ചുള്ള വീഡിയോകൾ ഉണ്ടാക്കുന്നത് ധാർമ്മികമായി ശരിയാണോ? പ്രത്യേകിച്ച് സർക്കാരിന്റെ ചില പ്രത്യേക നേട്ടങ്ങൾ മാത്രം ഉയർത്തിക്കാണിച്ച് വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ തമസ്കരിക്കുന്നതുപോലെയാകില്ലേ അത്? സാമൂഹിക മാധ്യമങ്ങൾ വഴി ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നൽകാനാണ് അവനാഗ്രഹം. പണത്തിനുവേണ്ടി സ്വന്തം വിശ്വാസങ്ങളെ ബലികഴിക്കാൻ അവന് മനസ്സുവന്നില്ല. അവനൊരു തീരുമാനമെടുത്തു: ആ ഓഫർ നിരസിക്കുക. അങ്ങനെ ഹാരി ആ PR ഏജൻസിക്ക് മറുപടി അയച്ചു. താൻ ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നില്ല. ഈ സംഭവം ഹാരിയെ കൂടുതൽ ചിന്തിപ്പിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലെ വാർത്തകൾ എത്രത്തോളം വിശ്വസനീയമാണ്? താൻ ഇതുവരെ കണ്ട പല പ്രൊമോഷണൽ വീഡിയോകളും ഇതുപോലെ പണത്തിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണോ? പിന്നീട് അവനൊരു വീഡിയോ ചെയ്തു. ആ PR ഇമെയിലിനെക്കുറിച്ച് സത്യസന്ധമായി സംസാരിച്ചുകൊണ്ട് പണം വാങ്ങി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ അവൻ തന്റെ കാഴ്ചപ്പാട് പങ്കുവച്ചു. അവന്റെ ആ വീഡിയോ വലിയ ചർച്ചാവിഷയമായി. പലരും അവനെ അഭിനന്ദിച്ചു. സത്യം പറയാൻ കാണിച്ച ധൈര്യത്തിന് അവനൊരു പുതിയ അംഗീകാരം ലഭിച്ചു. ഇൻഫ്ലുവൻസർമാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും സത്യം ജനങ്ങളിലെത്തിക്കുകയാണ് അവരുടെ പരമപ്രധാനമായ കടമയെന്നും ഹാരി മനസ്സിലാക്കി. പണത്തേക്കാൾ വലുതാണ് സത്യസന്ധത എന്ന് അവൻ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും വലിയ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും പ്രചോദനകരവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിൻസ് യൂണിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വരാനിരിക്കുന്ന എല്ലാ വീഡിയോകളെക്കുറിച്ചും കൃത്യമായി അറിയാൻ ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ വളരാനും കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാനും സഹായിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കുക, പ്രചോദിതരായിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.